ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു മീൽ പ്ലാനർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മീൽ പ്ലാനർ എന്ന് പറയുമ്പോൾ സൺഡേ ടു സാറ്റർഡേ വരെയുള്ള ഒരു മീൽ പ്ലാൻ ഇന്ന് തയ്യാറാക്കി. അപ്പോൾ സൺഡേയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ദോശയും ഗ്രീൻ പീസും ആയിരിക്കും. ചിലപ്പോൾ ബീഫായിരിക്കും, ചിലപ്പോൾ എഗ്ഗ് കൂടെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ എഗ്ഗ് കൂടെ. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് നഗറ്റ്സ്, പിന്നെ ലഞ്ചിന് റൈസ്, ക്യാബേജ് തോരൻ, ഫിഷ് ഫ്രൈ, മോര് കറി. ഇത്രയാകുമ്പോൾ നല്ലൊരു ലഞ്ചാവും. പിന്നെ ഒരു പഴംപൊരിയോ അതെന്തെങ്കിലും മിഡ് ഈവനിങ് സ്നാക്ക്. പിന്നെ ഈവനിങ്ങിൽ ഈ ദോശയുടെ ബാറ്റർ തന്നെ കാണും. അപ്പോൾ ദോശയും എന്തെങ്കിലും കറി അല്ലെങ്കിൽ രാവിലത്തെ കറി എന്താണെന്ന് വെച്ചാൽ അതങ്ങ് എടുക്കും. പിന്നെ മൺഡേയിൽ അപ്പവും എഗ് റോസ്റ്റ് കഴിച്ചിട്ട് ഒരുപാടായി. അതുകൊണ്ട് എഗ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുമ്പോഴേ നമ്മൾ ചില കറികളൊക്കെ ഇപ്പോൾ എഗ് റോസ്റ്റ് എന്ന് വെച്ചാൽ സാധാരണ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നൊരു കറിയായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് റീസെൻ്റായിട്ട് ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കറിയെക്കുറിച്ച് ഞാൻ മറന്നേ പോയി. അപ്പോൾ എന്തായാലും മൺഡേ അപ്പവും എഗ് റോസ്റ്റും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്ക് അത് വേണ്ടി വരത്തില്ല. അഥവാ വേണ്ടി വരുന്നെങ്കിൽ നഗറ്റ്സ് ഫ്രീസറിൽ ഇരിപ്പുണ്ടെന്ന കാര്യം ഞാൻ മിക്കവാറും മറക്കും. പക്ഷേ ഇങ്ങനെ ഒരു മീൽ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അത് ഓർത്ത് എടുക്കും. പിന്നെ ലഞ്ചിന് റൈസ്, മത്തങ്ങ പയർ കറി, അതും കുറച്ചായി ഉണ്ടാക്കിയിട്ട്. മത്തങ്ങ പയർ കറി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ ഫിഷ് ഫ്രൈ, അത് ഈസി ആയിട്ട് അന്ന് ഉണ്ടാക്കാം. പിന്നെ മോര്, അവിയൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വൈകുന്നേരം ബനാന ഗീ ഫ്രൈ. ബനാന എന്ത് ചെയ്യും, ഇങ്ങനെ ഗീയിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വൈകുന്നേരം അപ്പവും വെജ് കറിയും. രാവിലത്തെ ബാറ്റർ ഉണ്ടായിരിക്കും, അത് വെച്ചിട്ട് നമുക്ക് വൈകിട്ട് ഈസി ആയിട്ട് അപ്പവും വെജ് കറിയും ഉണ്ടാക്കാം. പിന്നെ എന്തുണ്ടാക്കണമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. പിന്നെ അടുത്ത ദിവസം ട്യൂസ്ഡേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇടിയപ്പം. നേരത്തെ പറഞ്ഞ പോലെ ഇടിയപ്പം കഴിച്ചിട്ട് ഒരുപാട് നാളായി. അപ്പോൾ അതൊരു ദിവസം മീലിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടിയപ്പവും വെജ് സ്റ്റ്യൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനോടൊപ്പം ഒരു എഗ്ഗ് കൂടെ ഉണ്ടെങ്കിൽ, ബോയിൽഡ് എഗ്ഗ് ആണെങ്കിൽ വളരെ സന്തോഷം എല്ലാവർക്കും. പിന്നെ വേണമെങ്കിൽ മിഡ് മോർണിംഗ് സ്നാക്സ് മിക്കവാറും വരുന്നെങ്കിൽ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇടിയപ്പം തന്നെ കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ ഉച്ചയ്ക്ക് റൈസും ദാൽ കറിയും. നമ്മൾ സാധാരണ ഇങ്ങനെ തെക്കോട്ടൊക്കെ ഇതിങ്ങനെ ദാൽ കറി അധികം ആരും ഉപയോഗിക്കാറില്ല തോന്നുന്നു. പക്ഷെ ഞങ്ങളിപ്പോൾ ഈ റീസെൻ്റായിട്ടാണ് ദാൽ കറി യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ദാൽ കറി വെച്ച് തുടങ്ങിയത്. പിന്നെ അതിനോടൊപ്പം മീൻകറി, മോര്, അവിയലും. മീൻകറി തേങ്ങ അരച്ച മീൻകറി ആയിരിക്കും മിക്കവാറും ഉണ്ടാക്കുക. പിന്നെ മൈദ ദോശ അല്ലെങ്കിൽ അവൽ, ഇത് ഏതെങ്കിലും ഒന്നുണ്ടാക്കാം. പിന്നെ ദാൽ കറിയും ഇടിയപ്പവും രാത്രിയിലത്തേക്ക്. കാരണം ഇതിൻ്റെ മാവ് എന്തായാലും പേടിച്ച് കാണുമല്ലോ, അപ്പോൾ വൈകിട്ട് അത് തന്നെ ഉണ്ടാക്കാം. ഇനി വെനസ്ഡേ എളുപ്പത്തിൽ ഗോതമ്പ് പുട്ടും ഏത്തപ്പഴവും പപ്പടവും അതിൻ്റെ കൂടെ എഗ്ഗ് കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ചിലപ്പം മിക്കവാറും ബോയിൽഡ് എഗ്ഗും കൂടെ കാണും. പിന്നെ ഞാൻ ഈ മിഡ് മോർണിംഗ് സ്നാക്കുകൾ അധികം പറയുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് റൈസ്, തോരൻ, ഏതെങ്കിലും ഒരു തോരൻ, മുരിങ്ങയില തോരനോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു മെഴുക്കുപുരട്ടി, ദാൽ കറി. മിക്കവാറും ഇതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയോ ഫിഷ് കറിയോ എഴുതി ചേർക്കണം. അല്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ അത് എഴുതി ചേർത്ത് ഫിഷ് കറി അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ. പിന്നെ അവൽ നനച്ചത്, അത് മിക്കവാറും മിഡ് ഈവനിങ് സ്നാക്കായിട്ട് എന്തായാലും വേണ്ടി വരും. പിന്നെ വൈകുന്നേരം ചന മസാലയും വെജിറ്റേറിയൻ കറിയും ചപ്പാത്തി ഉണ്ടാക്കാം. പിന്നെ തേഴ്സ്ഡേ ഇഡലി, സാമ്പാർ, തേങ്ങാ ചട്നി. പിന്നെ അന്ന് വൈകുന്നേരം റൈസ്, ചമ്മന്തി, കടച്ചക്ക തോരൻ ഇവിടെ ഉണ്ട്, കടച്ചക്ക ഉണ്ട്. പിന്നെ അതിൻ്റെ മെഴുക്കുരട്ടിയോ തോരനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം. പിന്നെ സാമ്പാർ. പിന്നെ വൈകുന്നേരം ബിസ്ക്കറ്റ്. പിന്നെ രാത്രിയിലത്തേക്ക് ഡിന്നറിന് പനീർ വെജ് കറി, വെജ് മസാലയോ അതും ഇഡലി കറി, അങ്ങനെ ഇത് രണ്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ലോ കാർബ് ഡയറ്റ് എടുക്കുമ്പോൾ പനീർ വെജ് മസാലയൊക്കെ നല്ലതാണ്. പിന്നെ ഫ്രൈഡേയിൽ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മസാല ദോശയും എഗ്ഗും ചട്നിയും. പിന്നെ ബോയിൽഡ് ബനാന, ഉണക്ക കൊഞ്ച് തീയൽ. ഇത് ഇങ്ങനെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്, ഉണക്ക കൊഞ്ച് കുറച്ച് ലുലുന്ന് മേടിച്ചത്. അതിപ്പോൾ എടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇനി അത് ചീത്തയാവും. അപ്പോൾ എന്തായാലും ചില ദിവസം ഞാൻ മറന്നു പോവും. അപ്പോൾ മീൽ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ മറക്കത്തില്ല. പിന്നെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാം. പിന്നെ അവിയൽ, ബനാന ഗീ ഫ്രൈ. വൈകുന്നേരം വെജ് സലാഡ്, ദോശ, എഗ് റോസ്റ്റ്, അതെന്തെങ്കിലും ആക്കാം. പിന്നെ ലാസ്റ്റ് ദിവസം സാറ്റർഡേ, അതായത് വീക്കെൻഡിൽ കുറച്ച് സമയം കിട്ടുന്നതുകൊണ്ട് ഉപ്പുമാവും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെജിറ്റബിൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അന്ന് കുറേ ജോലികൾ കാണുമല്ലോ, വീക്കെൻഡായിട്ട് വാഷിങ്ങും ക്ലീനിങ്ങും എല്ലാം കാണും. അപ്പോൾ അതുകൊണ്ട്
അന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതുമായിട്ട് പൊട്ടറ്റോ കറി അല്ലെങ്കിൽ കോഴിക്കറി എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം വീറ്റ് അല്ലെങ്കിൽ മൈദ ഉപയോഗിച്ച് സ്വീറ്റ് ദോശ, പിന്നെ രാത്രിയിൽ ചപ്പാത്തിയും ചിക്കൻ കറി. ഈ ചിക്കൻ കറി തന്നെ അടുത്ത ദിവസം സൺഡേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ മീൽ പ്ലാൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ് ചെയ്തേക്കണേ.